എന്തുവാ? എന്നാ പിന്നെ കള്ള് വിൽക്കുന്നവന്മാരെ പിടിച്ചകത്താക്ക്. ഒരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു. അവന്റെ അസ്ഥാനത്താണല്ലോ ദുഷ്ടാമിതമായ മർദ്ദനം. അയ്യോ, എന്നെ തൊഴിച്ചോണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല സർക്കിളെ. എന്നെ തൊഴിച്ചാൽ നിങ്ങൾ തന്നെ നാറി. ഞാൻ ഇനിയും കുടിക്കും, ഇനിയും പറയും. അല്ലേടാ പൂക്കലേ? ചെല്ല്, അകത്തേക്ക് ചെല്ല്. യമ ഇലയിട്ടോണ്ട് കാത്തിരിക്കുന്നു. സാറേ, ഞാനാ കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടിയോ? എന്താ അവിടെ ഒളിച്ചിരിക്കുന്നത്? പിന്നെ സാറ് ഡോറ് തുറന്നിട്ട് എനിക്ക് അന്ന് അയാളുടെ പ്രസംഗം കേട്ടപ്പോഴേ തോന്നിയതാ ആളത്ര പന്തിയല്ലെന്ന്. അയാളാണ് സാർ ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. എന്റെ കയ്യിലിരുന്ന കാശും പോയി, ആൾക്കാരുടെ മുമ്പിൽ പിറങ്ങി നടക്കാൻ വയ്യാതെയായി. ഇനി എനിക്കൊന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഞാൻ എന്ത് പണി ചെയ്യാനും തയ്യാറാണ് സാർ. സാർ എനിക്കൊരു ജോലി വാങ്ങിച്ചു തരണം. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. എനിക്ക് ശുപാർശ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വളരെ കുറവാണ്. കൃഷ്ണൻകുട്ടിക്ക് ഒരു പത്രത്തിൽ ജോലി ചെയ്യാമോ? ചെയ്യാം സാർ. പത്രത്തിലാണെങ്കിൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. കോളേജിൽ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കാം. ഏത് പണിയും ഞാൻ മാന്യമായിട്ട് ചെയ്യാം സാർ. ഒരു കുഴപ്പമുള്ളത്, അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. സാധാരണനുമായിട്ട് അറിയാമല്ലോ. ഇത്രയും കാലം സഹകരിച്ചു പോകാന്നുണ്ടെങ്കിൽ പിന്നെ ആരുമായിട്ടും സഹകരിച്ചു പോകാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല സാർ. ശരി, ഞാനൊരു എഴുത്തുതരാം. എന്നിട്ട് നാട്ടുകാരോട് എന്ത് സമാധാനം പറഞ്ഞു? കൊള്ളാം, നമ്മുടെ നാട്ടുകാരല്ലേ. ഫോട്ടോ എടുത്ത് തിരിയുന്നതിന് മുമ്പ് അവർക്ക് കോപ്പി കിട്ടണം. നിക്കക്കള്ളി ഇല്ലാത്തോണ്ടാ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിച്ചത്. കൃഷ്ണൻകുട്ടി, എല്ലാ വിവരങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അയാൾ കേൾക്കാതിരിക്കാൻ വഴിയില്ല. പിന്നെ ഒരു കാര്യം, ഒരു കാരണവശാലും കൃഷ്ണൻകുട്ടി അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടാകരുത്. എന്റെ ജോലിയുടെ മാന്യത കൂടി കൃഷ്ണൻകുട്ടി കണക്കിലെടുക്കണം. ഓൾ ദി ബെസ്റ്റ്. എന്താ തന്റെ യോഗ്യത? ഞാൻ BSc ബോട്ടണി. അതുകളാ, തനിക്ക് എന്ത് ചെയ്യാൻ അറിയാം? ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. അറിവിനെ ഒന്നും വേണ്ട, എന്റെ വാരികയ്ക്ക് വേണ്ടി തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. ഞാൻ എഴുതാം സാർ. പിന്നെ ഫോട്ടോ എടുക്കാം. ഓരോന്നായിട്ട് പറ. എഴുതാൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ. നീണ്ടകരയിലെ അധ്വാനിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ പറ്റി എഴുതാം. ചവറയിലെ കയർ പിരിക്കുന്ന വീട്ടമ്മമാരുടെ പ്രശ്നങ്ങളെ പറ്റി എഴുതാം. നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ട പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി എഴുതാം. അവരുടെ ജീവിത അനുഭവങ്ങളെ പറ്റി എഴുതാം. താൻ എന്നെ വഴിയാതരാക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുക അല്ലേ? ഈ പറഞ്ഞതൊക്കെ ആർക്ക് വേണോടൂ? വായനക്കാരന് വേണ്ട കൊടുക്കുന്നവരെ എനിക്ക് ആവശ്യം. അത് ചെയ്യാൻ തനിക്ക് സാധിക്കുമോ? എന്താ വേണ്ടെന്ന് സാർ പറഞ്ഞാട്ടെ. കൊലപാതകം വശമുണ്ടോ? ഇതുവരെ ആരെയും കൊല്ലേണ്ടി വന്നിട്ടില്ല. കൊല്ലണമെന്നല്ല ഈ പറഞ്ഞത്. നാട്ടിൽ സംശയാസ്പദമായി ആര് മരിച്ചാലും അത് കൊലപാതകമാക്കി മാറ്റാനുള്ള കഴിവുണ്ടാകണം. പിന്നെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇഷ്ടപ്പെടാത്ത പലതും കണ്ടെന്ന് വരും. ചിലർ തെറി പറഞ്ഞിരിക്കും, ചിലപ്പോൾ തല്ലിയെന്നിരിക്കും. തടി കേടാകാതെ സൂക്ഷിച്ചോണം. ഞാൻ കോരിത്തരാം സാർ. ഷോപ്പും കൈവനൊന്നും എൻ്റെ അടുത്ത് വേണ്ട. കൂടെ കൂടെ കൊടി പിടിക്കണമെന്ന് തോന്നാറുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക പിടിച്ചിട്ടുണ്ട്. അതേ പിടിക്കാവൂ. വേറെ പല കൊടികളും ഉണ്ട്, പല നിറത്തിൽ. പലരും തരാനും തയ്യാറാവും. പിന്നെ തന്റെ ശമ്പളവും കിമ്പളവും ഒക്കെ ഞാൻ തീരുമാനിക്കും. എന്റെ ജോലിയുടെ സ്വഭാവം രീതിയൊക്കെ നോക്കിയിട്ട് തന്നെ വേണോ വേണ്ടായോ എന്ന് ഞാൻ തീരുമാനിക്കും. ഇനി പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ അവസാനത്തെ തുള്ളി വരെ ഞാൻ പിടിഞ്ഞെടുക്കും. പ്രയാസം തോന്നരുത്. എന്റെ കഴിവിന്റെ അങ്ങേയറ്റം സാറിന്റെ സംതൃപ്തിക്ക് വേണ്ടി അഹോരാത്രം ആത്മാർത്ഥമായി പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ് സാർ. കൂടുതൽ സംസാരമൊന്നും വേണ്ട, ഓഫീസിലോട്ടിയല്ലേ. അവിടെ നിന്നേ, ഒന്ന് പിടിച്ചേ. ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്. ഇങ്ങോട്ട് വാ, ഒരു ലക്ഷ്യബോധം വേണ്ടേ? അങ്ങോട്ട് പോ.
ഹലോ, മിന്നൽ വാരിയ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. 50 വാരിയെ കുറഞ്ഞ് ഞങ്ങൾ ഏജൻസി തരത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏജൻസി കട്ട് ചെയ്യും. നിങ്ങൾ വാരിയ മാത്രം വിറ്റാ പോരാ, ആ ഏരിയയിലേക്ക് എണ്ണ പോകുന്നില്ലല്ലോ. എണ്ണ പോയാലേ വാരി ഇറങ്ങും. MA പാസ്സായവനാ ഞാനും കുറെ എണ്ണ ചുമന്നതാ. എഴുതാൻ വന്ന എന്നെ കൊണ്ട് നിങ്ങൾ കൊപ്രക്കളത്തിലെ കണക്ക് വെച്ചിട്ടില്ലേ? ഒരു 200 രൂപ അത്യാവശ്യത്തിന്റെ പേരിൽ അഡ്വാൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് തരാൻ പാടില്ലേ? ചുമ്മാ വല്ല മാനേരെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കേണ്ടി വന്നത്. എല്ലാം ശരിയാ, പക്ഷേ ഇതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ല, അദ്യം. സകലയ്ക്ക് അറിയാമല്ലോ, എണ്ണയുടെ വില ഷൂന്ന താഴോട്ട് പോയത്. ഓ, രാവിലെ എന്നെ മാനേരിൽ മുതലാളിയുടെ പ്രേതം കയറിയല്ലോ. ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സഹകരിക്കാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവാം. ഇന്നത്തെ ചുറ്റുപാടിൽ എനിക്കിതേ ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അദ്ദേഹം പറയുന്നതാണ് മുഖ്യം. ആരോ വരുന്നുണ്ട്, ഉണ്ടാണ്ടിരി. കൊപ്രാക്കളത്തുനിന്ന് വരിക. നിങ്ങൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് സംസാരിക്കാം. കൃഷ്ണൻകുട്ടി മുതലാളി വിളിച്ചിരുന്നു. മുതലാളി എല്ലാം പറഞ്ഞിരിക്കുമല്ലോ. എങ്കിലും മാനേരെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെയും സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെയും ഉയർച്ചയാണ്. പണം ഇടപാടൊക്കെ മാഡമാണ്. വന്നാട്ടെ. സക്രിയ, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന ആളാ. പേര് കൃഷ്ണൻകുട്ടി. വാരികയിൽ എന്തെങ്കിലും എഴുതുന്നതിന് മുമ്പ് എണ്ണയുടെ കമ്പോള നിലവാരം കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാ. സക്രിയ ഇങ്ങനെ പലതും പറയും, വലിയ തമാശക്കാരനാ. ചെന്നാട്ടെ. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം എല്ലാം കേൾക്കുമെന്ന് പറയുന്നത് ശരിയായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഇക്കാര്യം അദ്ദേഹത്തോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കൃഷ്ണൻകുട്ടി, 1000 രൂപയാണ് നിങ്ങളുടെ ശമ്പളം ഫിക്സ് ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷം. ഇതിൽ 600 രൂപ ഓയിൽ മില്ലിന് നിങ്ങൾ നൽകുന്ന സംഭാവനയായിരിക്കും. ബാക്കി 400 രൂപയിൽ 200 രൂപ അഡ്വാൻസായി വാങ്ങിച്ചോളൂ, താമസത്തിനും മറ്റത്യാവശ്യ ചെലവുകൾക്കും. നിൽക്കൂ, ഒരു നിമിഷം. ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്. സാറേ, ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ഈ നാരായണനെ കാണും. നാരായണനാണ് ആദ്യം അവർക്ക് താമസിക്കാനുള്ള ഇടം ശരിയാക്കി കൊടുക്കുന്നത്. പിന്നെ അവര് വലിയ ആൾക്കാരാകുമ്പോ നാരായണനെ മറക്കും. സാറിന് താമസിക്കാനുള്ള ഇടവും എന്റെ കൈവശമുണ്ട്. എന്റെ കമ്മീഷൻ തരുന്ന കാര്യം മാത്രം മറക്കരുത്. ഒരിക്കലുമില്ല. എന്നാ പിന്നെ ഇന്ന് വൈകിട്ട് തന്നെ അങ്ങോട്ട് മാറാം. പിന്നൊരു കാര്യം, ഈ സ്ഥാപനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ഇതിന്റെ ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ഉയർച്ചയാണ്. കേട്ടതും കേട്ടതും കണ്ടതും കണ്ടതും 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 കേട്ടതും കേട്ടതും. പോ.
നിങ്ങൾ എന്താ കാണിച്ചേ? നിങ്ങൾ വരുന്ന വിവരം ഞാനെങ്ങനെ അറിയാനാ? എന്താ ഞാൻ വരുന്ന വഴി മുദ്രാവാക്യം മുഴക്കണോ? വേണ്ട, ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയാ മതി. നാരായണന്റെ ഒറ്റ വാക്ക് വിശ്വസിച്ചിട്ടാ. വാടകയൊക്കെ നാരായണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്. 1-ാം തീയതി ഉണ്ടെങ്കിൽ എനിക്ക് വാടക കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ 2-ാം തീയതി രാവിലെ പെട്ടിയും പ്രമാണവും പുറത്തിരിക്കും. ജാതിയിൽ എന്തുവാ? എന്റെ പേര് കൃഷ്ണൻകുട്ടി എന്നാ. ഭക്ഷണം ഇവിടെ വെച്ച് കഴിക്കാനാണോ ഉദ്ദേശം? അതെ. എന്ത് പാചകം ചെയ്യാനാ ഉദ്ദേശം? എന്ത് പാചകം ചെയ്യണമെന്ന് ഇവിടുന്ന് പറഞ്ഞാൽ മതി. ആ, ഇറച്ചി, മുട്ട, മീന് ഇതൊന്നും ഇവിടെ പറ്റത്തില്ല. ഞാൻ അമ്മയ്ക്കൊരു പ്രശ്നമാവില്ല. അമ്മയോ? ഏത് പറയല്? ദേ, അമ്മ അമ്മൂമ്മ എന്നുള്ള വിളിയൊന്നും വേണ്ട. അതൊക്കെ പണം ഇടപാടി ബുദ്ധിമുട്ടുണ്ടാക്കും. എന്റെ ഭർത്താവിന്റെ പേര് പത്മനാഭൻ. നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ മിസ്സസ് പത്മനാഭൻ എന്ന് വിളിക്കാം. മുറിയൊന്ന് കണ്ടാ കൊള്ളായിരുന്നു. മുറി കാണിച്ചേരാൻ ഞാൻ ആരും വേലക്കാരിയോ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നില്ല് നില്ല്, ആ പെണ്ണിങ്ങോട്ട് വരട്ടെ. മുത്തലക്ഷ്മി, ഇതുവരെ കഴിഞ്ഞില്ലേ? കൊറേ നേരമല്ലോ തുടങ്ങിയിട്ട്. ആ, പോയേ പോയേ. ഇവിടെ മുഴുവൻ വൃത്തികേടാക്കി. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര വൃത്തിയാ. ഈ മുറി ഒന്ന് തുറന്ന് കാണിക്കാൻ പറഞ്ഞു. മുറി കൊള്ളാം, എനിക്കിഷ്ടായി. ചോദിച്ചില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. പറയണ്ടെന്നേ. ഇതിലും സൗകര്യമുള്ള മുറി കിട്ടും. ഹോട്ടൽ ഗീത്തിൽ ദിവസം 200 രൂപ വാടക. കോവളത്ത് ദിവസം 500 രൂപ വാടക. എന്താ പോന്നു? 2 മാസത്തെ വാടക 100 രൂപ അഡ്വാൻസ് ആയി തരണം. രാത്രി 10 മണി വരെ ലൈറ്റ് ഇടാവും. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്തേക്കണം. നാട്ടിൽ പവർ കട്ടാ, അറിയാമല്ലോ. നിങ്ങൾ ഓഫ് ചെയ്തില്ലെങ്കിൽ മെയിൻ സ്വിച്ച് അകത്താ, ഞങ്ങൾ ഓഫ് ചെയ്യും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുട്ടത്ത് തട്ടി വീണെന്ന് പറഞ്ഞ പരാതി ഒന്നും പറഞ്ഞേക്കരുത്. മതി, ഒരു തവണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പൊട്ടനൊന്നുമല്ല. ആഹാ, വന്ന് കേറുന്നതിന് മുമ്പ്. വന്നു കയറുന്നതിന് മുമ്പൊന്നും അല്ലല്ലോ. 2 മാസം അവിടെ അഡ്വാൻസ് തന്നിട്ടില്ലേ? ഒന്ന് അറിയിക്കേ. ആ, ഒരു നിമിഷം. എന്റെ കുഞ്ഞിനെ ഓർത്തെങ്കിലും. ഈ കരച്ചിലും പിഴിച്ചിലും ഒന്നും എന്റെ അടുത്ത് വേണ്ട. നിന്റെ ഭർത്താവ് നിന്നെ ഉപേക്ഷിച്ച് പോയതിന് ഞാനെന്ത് വേണം? എനിക്ക് വാടക കുടിശ്ശ ഇടാൻ പറ്റത്തില്ല. ഈ നക്കാപ്പിച്ച കാശിന് ഇത്രയും സൗകര്യത്തിന് വേറെ വീട് എവിടെ കിട്ടും? മതി മതി നിന്ന് മോങ്ങിയത്. നാളെ കാലത്ത് എനിക്ക് വാടക കിട്ടണം. പോ. ചേടാ, എന്തൊരു മനുഷ്യരപ്പാ. വാടക ചോദിക്കുമ്പോ 100 കാരണങ്ങളാ. മദ്രാസിൽ മഴ പെയ്തു, ബോംബെയിൽ ഇടിവെട്ടി, കണ്ണൂര് ബോംബ് വെച്ചു. വലിയ പാട് തന്നെ.